തൊടുപുഴയിൽ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ രണ്ടാനച്ഛൻ അരുൺ ആനന്ദിനെ തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ചു. കുമാരമംഗലത്ത് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലാണ് തെളിവെടുപ്പ്. മർദ്ദനമേറ്റ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിശദാംശങ്ങൾ എന്താണ്? കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥ തരണം ചെയ്തോ കുഞ്ഞ്? സനീഷ്, ഇപ്പോഴും കുട്ടി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. രാവിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ആ കുട്ടിയെ പരിശോധിച്ചിരുന്നു. അല്പസമയത്തിനകം ആശുപത്രി അധികൃതർ മാധ്യമങ്ങളോട് കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി പറയും എന്നാണ് അറിയുന്നത്. നമ്മൾ അവിടേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ഇപ്പോഴും കുട്ടി ശ്വസനമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. അതുകൊണ്ട് കാര്യമായ ഒരു പുരോഗതി കുട്ടിയുടെ ആരോഗ്യനിലയിൽ ഇപ്പോഴും ഇല്ല. അല്പസമയത്തിനകം ഈ പ്രതിയെ തൊടുപുഴ മുട്ടം കോടതിയിൽ ഹാജരാക്കും. ഇതിനു മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൃത്യം നടത്തിയ കുട്ടിയെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ കുമാരമംഗലത്തെ വീട്ടിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. നിരവധി നാട്ടുകാർ ഇവിടെ തടിച്ചു കൂടിയിട്ടും ഉണ്ട്. സനീഷ്, നന്ദി അനീഷ് വിവരങ്ങൾക്ക്. അരുൺ ആനന്ദിനെ തെളിവെടുപ്പിനായി അവർ താമസിച്ചിരുന്ന വാടക വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. എന്നാൽ ഈ കുഞ്ഞിൻ്റെ നില അതിക്രൂരമായി ഇയാളാൽ മർദ്ദിക്കപ്പെട്ട കുഞ്ഞിൻ്റെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുക തന്നെയാണ് എന്നാണ് MS അനീഷ് കുമാർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.